ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കുമ്പസാര കാലം ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു സമയമാണല്ലോ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 ശമൂവേൽ 7-ാം അധ്യായം 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിന്റെ വാഗ്ദാനം, ഒരു നിത്യരാജ്യം. God's promise, a kingdom that will never end. 2 ശമൂവേൽ 7:16. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഈ ഭാഗത്ത് ദൈവം ദാവീദിന് ഒരു വലിയ വാഗ്ദാനം നൽകുന്നു. പക്ഷെ ഇത് ദാവീദിന്റെ രാജ്യം മാത്രമല്ല, നിത്യരാജ്യത്തേക്കുള്ള വാഗ്ദാനമാണ്. For better understanding, let us divide this Bible portion into 3 parts. First, God's plans are greater than our desires. ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യന്റെ ആഗ്രഹങ്ങളെക്കാൾ വലുതാണ്. 2 ശമൂവേൽ 7-ാം അധ്യായം 2 പറയുന്നു, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകവും തിരശീലയ്ക്കകത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. 2 ശമൂവേൽ 7:8-9. പക്ഷേ ദൈവം ദാവീദിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ആടുകളെ നോക്കുന്ന ഇടയിൽ നിന്നും തിരഞ്ഞെടുത്തു, എന്റെ ജനത്തിന്റെ രാജാവാക്കി. ഞാൻ എല്ലായിടത്തും നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, നിന്റെ ശത്രുക്കളെ നീക്കി നിന്റെ പേര് മഹത്വമുള്ളതാക്കി. ദാവീദ് ദൈവത്തിനു വേണ്ടി ഒരു ദേവാലയം പണിയാൻ ആഗ്രഹിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, നീ എനിക്കായി ഒരു ആലയം പണിയണ്ട, ഞാൻ നിനക്കായി ഒരു രാജവംശം ഉറപ്പിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ ചെറുതായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും മഹത്വമുള്ളതായിരിക്കും. ദാവീദിന് ഒരു ഭവനം പണിയാൻ തോന്നിയപ്പോൾ ദൈവം അവന്റെ വംശത്തിലൂടെ ഒരു നിത്യരാജ്യം പണിയാൻ തീരുമാനിച്ചു. God's no is not a rejection, but a redirection. ദൈവം ഒരു വഴി അടച്ചാൽ അതിനേക്കാൾ ഉത്തമമായി ഒരു വഴി തുറക്കും എന്ന്. അതിനാൽ ദൈവത്തിൽ വിശ്വസിക്കാം, അവന്റെ സമയത്തിനായി കാത്തിരിക്കാം. Second point, God's promises depend on His faithfulness and not our strength. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ ശക്തിയാലല്ല, ദൈവത്തിന്റെ വിശ്വാസ്യത കൊണ്ടാണ്. ദാവീദിനെ ദൈവം രാജാവാക്കിയത് അവന്റെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. നമ്മുടെ ജീവിതവും ഇതേപോലെ തന്നെയാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല, അവന്റെ കാരുണ്യം കൊണ്ടാണ്. In our life, it is not our ability, but God's mercy that lifts us up. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ പലവട്ടം വീഴും, പക്ഷെ മാതാപിതാക്കൾ കുട്ടിയെ പിടിച്ച് ഉയർത്തും. അതുപോലെ നമ്മൾ പലപ്പോഴും വീഴുമ്പോഴും ദൈവം നമ്മെ താങ്ങി നിർത്തും. Third, this promise is fulfilled in Jesus Christ. ഈ വാഗ്ദാനം യേശുക്രിസ്തുവിൽ നിറവേറുന്നു. 2 ശമൂവേൽ 7:16 ദൈവം ദാവീദിനോട് പറയുന്നു, നിന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. ഇസ്രായേൽ ജനങ്ങൾ കരുതിയത് ഒരു ശക്തനും കരുത്തനുമായ രാജാവാണ് വരിക എന്നും അവൻ ശത്രുക്കളെ തോൽപ്പിക്കുമെന്നും ആണ്. പക്ഷെ യേശുക്രിസ്തു വന്നത് ഒരു ഭൗമിക കാര്യത്തിനു വേണ്ടിയല്ല, പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കാനായിരുന്നു. ദാവീദ് ഒരു ഭൂമിയിലെ രാജാവായിരുന്നു, പക്ഷെ യേശുക്രിസ്തു ഒരു നിത്യരാജാവാണ്. അവൻ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നു. ഈ നോമ്പുകാലം നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാനും അവനിൽ ആശ്രയിക്കാനും യേശുവിനെ സ്വീകരിക്കാനുമാണ്. സ്നേഹിതരെ, ഈ വേദഭാഗത്തിൽ നിന്ന് നാം പഠിച്ചത് ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടേതിനേക്കാൾ മഹത്വമുള്ളതാണ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നമ്മുടേതല്ല, അവന്റെ വിശ്വസ്തതയിലാണ്. യേശു ക്രിസ്തുവിലാണ് ഈ മഹത്തായ വാഗ്ദാനം നിറവേറുന്നത്. ഈ വലിയ നോമ്പുകാലം ദൈവത്തിന്റെ പദ്ധതികളെ കൈക്കൊള്ളാനും അവനിൽ ആഴമായി ആശ്രയിക്കാനും യേശുവിനോടൊത്ത് ചേരാനും നമ്മെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.